H-1B വിസ അവകാശമല്ല ആനുകൂല്യം മാത്രമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. അമേരിക്ക പിന്തുടരുന്ന മൂല്യങ്ങൾക്കും നിലനിൽക്കുന്ന നിയമങ്ങൾക്കും വിധേയമായി വിസ ഹോൾഡർമാർ പ്രവർത്തിക്കണം. അമേരിക്കയുടെ പുരോഗതിക്കായാണ് പ്രവർത്തിക്കേണ്ടതെന്നും ആന്തരികമായി രാജ്യത്തെ തകർക്കാനും കൂട്ടുനിൽക്കരുതെന്നും മാർക്കോ റൂബിയോ. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടർച്ചയായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. ഐസൺ ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ മാർക്കോ റൂബിയോ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്? വീണ, ഇത് രണ്ടാം തവണയാണ് മാർക്കോ റൂബിയോ ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. നേരത്തെ വിദ്യാർത്ഥികളോടാണ് ഈ മുന്നറിയിപ്പ് നൽകിയതെങ്കിൽ ഇപ്പോൾ പ്രൊഫഷണൽ വിസ ഹോൾഡേഴ്സിനോടും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു നൽകുകയാണ്. അദ്ദേഹം ഈ കാര്യം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നത്, നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ വിസകൾ അവിടെ പഠിക്കാനും അതുപോലെ തന്നെ മറ്റ് ജോലിക്കുമെല്ലാം എത്തുന്നവർക്ക് ഒരു ആനുകൂല്യം മാത്രമാണ്. അത്തരത്തിൽ നൽകുന്ന H-1B വിസ എന്ന് പറയുന്നത് ഒരു ആനുകൂല്യം മാത്രമാണ്. ഈ ആനുകൂല്യം നേടുന്നത് ഒരു അവകാശമോ ആനുകൂല്യത്തിന് ശേഷം മറ്റ് അവകാശങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭ്യമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അമേരിക്കയുടെ കാലങ്ങളായി തുടർന്നു വരുന്ന മൂല്യങ്ങളും അമേരിക്കയിലെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളും ഭരണഘടന ഉറപ്പു നൽകുന്ന തത്വങ്ങളുമെല്ലാം തന്നെ പാലിക്കണം, നിയമങ്ങൾ കൃത്യമായി അനുസരിക്കണം. അല്ലാതെ ഈ ഏതെങ്കിലും ഒരു അവകാശങ്ങളുടെ പേരിൽ ഇവിടെ എത്തി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് എന്ന നിലപാടാണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ അമേരിക്കയെ ആദരിക്കുന്ന വിഷയങ്ങൾക്കെതിരായ നീക്കങ്ങൾ നടത്തരുത് എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, യൂണിവേഴ്സിറ്റികൾ, കോർണൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും എല്ലാം തന്നെ വലിയ തോതിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങിയ സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഇതിന് പിന്നിലെല്ലാം തന്നെ വിദേശത്തു നിന്ന് എത്തിയവർ ഉണ്ട് എന്നൊരു തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഖാലിസ്ഥാൻ നീക്കങ്ങൾ ഉൾപ്പെടെ ഇതിന് പിന്നാലെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ ഇത്തരത്തിൽ പ്രൊഫഷണൽ വിസയുമായി എത്തുന്നവർക്ക് അവകാശമില്ല, മറിച്ച് അവിടെ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള ഒരു ആനുകൂല്യം മാത്രമാണ് നൽകുന്നത്. അമേരിക്ക ബഹുമാനിക്കുന്ന മൂല്യങ്ങൾ അംഗീകരിക്കാതെ അമേരിക്കയ്ക്ക് അർഹമായ ബഹുമാനം നൽകാതെ ഭരണഘടനയെ ആദരിക്കാതെ അവിടെ തുടരാൻ സാധ്യമല്ല എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തീർച്ചയായും പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ കൃത്യമായ നടപ്പാക്കൽ ഉണ്ടാകുമെന്ന രണ്ടാമത്തെ മുന്നറിയിപ്പാണ് മാർക്കോ റൂബിയോയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഭാഷയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. വീണ, ഓക്കെ, ശരിയായി സർ.